ഹലോ എവരിവൺ, വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. ഇപ്രാവശ്യം ഈ ഒരു 10th നമ്മൾ ബയോളജിയിൽ പഠിച്ച മൊത്തം ഒരു വർഷം കൊണ്ട് നമ്മൾ മൊത്തം പഠിച്ച ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതൊരു 25 മിനിറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയും അങ്ങനെ കഴിയുക. ശരിയാണ്, മൊത്തം ക്ലാസ് എടുക്കാൻ എന്തായാലും പോസിബിൾ ആവില്ല. 25 മിനിറ്റ് കൊണ്ട് എന്തായാലും ക്ലാസ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, മൊത്തം നമ്മൾ ബയോളജിയിലെ എല്ലാ ചാപ്റ്ററും എടുത്തിട്ട് അതിലുള്ള എല്ലാ ഏരിയാസും ഇങ്ങനെ ഓടിച്ച് പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നിങ്ങളിതിങ്ങനെ കേൾക്കുക, ഓരോ ചാപ്റ്ററും പറയുമ്പോൾ ആ ചാപ്റ്ററിൻ്റെ നോട്ടും ടെക്സ്റ്റ് ബുക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, അതിങ്ങനെ നോക്കിയിട്ട് ഞാൻ പറയുന്ന ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾ പഠിച്ച് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്ന രൂപത്തിൽ നിങ്ങളുടെ മനസ്സിലുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കുക. ഏതെങ്കിലും ഭാഗത്ത് ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് എന്ന് ഞാൻ പറയുന്നു, അപ്പോൾ നിങ്ങൾ ഞാനിത് പഠിച്ചിട്ടില്ലല്ലോ അങ്ങനെ അപ്പം തന്നെ അത് നോട്ട് ചെയ്ത് വെക്കുക. ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ അതൊന്ന് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കൂടെ PYQs അല്ലെങ്കിൽ PYQs, ചില ചാപ്റ്റേഴ്സിന് PYQs ഇല്ല, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളൊരു PDF ആക്കിയിട്ട് നിങ്ങൾക്ക് തരാം, ഫ്രീ ആയിട്ടാണ്, വേറെ ഇതൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ വീഡിയോൻ്റെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ നിങ്ങളുടെ പേര് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ്റെ PDF നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസും PYQs കിട്ടും. അത് ഓരോന്നും ഇരുന്നൊന്ന് ചെയ്ത് നോക്കാം. അത് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾക്ക് മിസ്സിങ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, വെറുതെ പിന്നെ ഇങ്ങനെ കുറേ പഠിക്കുക എന്നുള്ളതിനപ്പുറത്ത് എവിടെയാണോ നമുക്ക് മിസ്സിങ് ഉള്ളത് അത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മൊത്തം ഈ ഒരു വർഷം മുഴുവൻ പഠിച്ച കാര്യം നമ്മൾ 25 മിനിറ്റിലേക്ക് ചുരുക്കാൻ പോവാണ്. എല്ലാവരും റെഡി ആയിരിക്കുക. ഓക്കെ, അപ്പോൾ വളരെ സ്പീഡിൽ നമ്മളെല്ലാം ഓടിച്ചു പോകും. ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾക്ക് മിസ്സിംഗ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ ഇത് ക്ലാസ് എടുക്കാനുള്ളതല്ല. ക്ലാസ് എടുക്കാൻ കഴിയില്ലല്ലോ അല്ലേ, ഒരു വർഷം മുഴുവനുള്ളത് മൊത്തം ക്ലാസ് എടുത്ത് തീർക്കാൻ പോസിബിൾ അല്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റർ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് തന്നെ നമുക്ക് പോകാം അല്ലേ. ആദ്യത്തെ ചാപ്റ്റർ എന്താണ്, അപ്പോൾ അത് നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫ്. ഓക്കെ, നമ്മളിതിൽ മൊത്തം എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ തിയറി പഠിപ്പിക്കുക എന്നല്ല ചെയ്യുന്നത്. നിർബന്ധമായിട്ടും നമ്മൾ വരേണ്ടുന്ന ഏരിയാസ് ഒക്കെ കവർ ചെയ്ത് പോവുക, അത് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് PDF ആയിട്ടും ഉണ്ടാവും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ PDF അവൈലബിൾ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പം ജെനറ്റിക്സ് ഓഫ് ലൈഫിൽ എന്തൊക്കെയാണ് നമ്മൾ നിർബന്ധമായും നോക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ജെനറ്റിക്സ് എന്താണ്, ക്രോമസോം അല്ലെ, സൊമാറ്റിക് ക്രോമസോം, സെക്സ് ക്രോമസോം, അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ അല്ലെ, ആ ഒരു ഡബിൾ ഹെലിക്കൽ മോഡൽ ഉണ്ട്. അത് കഴിഞ്ഞ് ന്യൂക്ലിയോസോം, എന്താണ് ന്യൂക്ലിയോസോം, ക്രോമാറ്റിൻ ആകുന്നു. അതേപോലെ തന്നെ അവസാന ക്രോമസോം, ആ ഒരു സ്ട്രക്ചർ എന്താണ് എന്നുള്ള കൃത്യമായ ധാരണ നമുക്കൊന്ന് വേണം. ഓക്കെ, അപ്പോൾ ആദ്യം സെല്ലിനകത്ത് ന്യൂക്ലിയസിനകത്ത് ക്രോമസോം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവിടെയാണ് ആ ഡബിൾ ഹെലിക്കൽ മോഡൽ, അതിലുള്ള നൈട്രജൻ ബേസസ്, DNA എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, RNA എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNA അല്ലേ, mRNA ഉണ്ട്, tRNA ഉണ്ട്, rRNA ഉണ്ട്, അതിൻ്റെ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എന്താണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി RNA കഴിഞ്ഞ് ഇനി പിന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അടുത്ത ഭാഗം എന്താ വരിക, പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നത്, അതായത് ഇവിടുന്ന് mRNA ന്യൂക്ലിയസിൻ്റെ അകത്തുനിന്ന് mRNA എന്ത് ചെയ്യും, പുറത്തേക്ക് പോകുന്നു, അവിടെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നു. ഈ പ്രോസസ്സ് വളരെ നിർബന്ധമാണ്, വളരെ നിർബന്ധമായിട്ടും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും. ആ പേരടക്കം പഠിക്കുകയാണ്, വെറുതെ പ്രോട്ടീൻ സിന്തസിസ് എന്ന് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്, ട്രാൻസ്ലേഷൻ എന്താണ്, ആ ടേം വെച്ചിട്ട് തന്നെ ചോദ്യം വന്നേക്കാം. ഈ ഫിഗർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫിഗറാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, അത് വെച്ചിട്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം. ആ ഭാഗവും നമ്മൾ നിർബന്ധമായിട്ടും നോക്കുക. പിന്നെ ജീൻ എന്താണ്, അതേപോലെ തന്നെ സെക്സ് ഡിറ്റർമിനേഷൻ, ഈ കാര്യങ്ങളൊക്കെ, ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ, ഈ ഭാഗങ്ങളാണ് നമ്മുടെ ജെനറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നിർബന്ധമായിട്ടും നോക്കേണ്ടത്. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും നമുക്കറിയാം മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റ്സ്, ക്രോസ് കാര്യങ്ങളൊക്കെ. ക്രോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടത്, പുന്നറ്റ് സ്ക്വയറിൽ എങ്ങനെയാണ് ആ ക്രോസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും നമ്മൾ നോക്കട്ടോ. ആർക്കെങ്കിലും അതിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത് പഠിപ്പിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇതിൽ പ്രധാനമായിട്ട് ക്രോസ് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അത് നമ്മൾ അങ്ങനെ നോക്കുക. മെൻ്റൽ എന്താണ്, മെൻ്റൽ എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തത്, ഏതാണ് പൈസം സറ്റൈവം, ആ ഒരു പ്ലാന്റ് ഏതാണ് എന്നുള്ള കാര്യങ്ങളും, ഹെറിഡിറ്റി, വേരിയേഷൻ, ആ ടേംസ് അല്ലേ, രണ്ട് ടേംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെറിഡിറ്റി എന്താണ്, വേരിയേഷൻ എന്താണ്, ഫീനോടൈപ്പ് എന്താണ്, ജീനോടൈപ്പ് എന്താണ്, അതേപോലെ തന്നെ അലീലുകൾ എന്താണ്, ജീൻ എന്താണ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗാർഡൻ പി സെലക്ട് ചെയ്തു, അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ 2 ക്യാരക്ടേഴ്സ്, ഫസ്റ്റ് ഒരു ക്യാരക്ടർ മാത്രമുള്ള ക്രോസ് നമുക്കറിയാം, ടോളും ഷോർട്ടും വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു ക്രോസ്, അതിൽ പാരന്റ് ജനറേഷൻ എന്താണ്, F1 ജനറേഷൻ എന്താണ്, F2 ജനറേഷൻ എന്താണ്, എങ്ങനെയാണ് ആ ക്രോസ് വരുന്നത്, ആ ഓരോ ക്രോസിലുള്ള ജീനോടൈപ്പ് എന്താണ്, ഫിനോടൈപ്പ് എന്താണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അതിൻ്റെ റേഷ്യോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റേഷ്യോസിനടക്കം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി 2 ക്യാരക്ടേഴ്സ്, ഡൈഹൈബ്രിഡ് ക്രോസിൽ 2 ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് അല്ലെങ്കിൽ ഷോർട്ട് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്, അങ്ങനെ 2 ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ
പുനറ്റ് സ്ക്വയർ എങ്ങനെയാണ് വരക്കേണ്ടത്, അതിൻ്റെ ഗാമേറ്റ് എങ്ങനെ ആവുന്നു, അല്ലെ ഗാമേറ്റ് എങ്ങനെ നമ്മൾ ഫോം ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ്. അവിടെയും ആ റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. F1 ജനറേഷനിലുള്ള റേഷ്യോ എന്താണ് എന്നുള്ളതൊക്കെ, F2 ജനറേഷനിലുള്ള റേഷ്യോ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫിനോട്ടിപ്പിക് റേഷ്യോ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക അല്ലേ. അപ്പം പിന്നെ ഉള്ളത് മെൻ്റലിൻ്റെ പ്രിൻസിപ്പൾസ് അല്ലെങ്കിൽ മെൻ്റലിൻ്റെ ലോസ് അല്ലേ. ലോ ഓഫ് ഡോമിനൻസ്, ലോ ഓഫ് സെഗ്രിഗേഷൻ, ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെന്റ്, ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെന്റും സെഗ്രിഗേഷനും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നോൺ മെൻഡീലിയൻ ഇൻഹെറിറ്റൻസ്, അതിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീലിസം, പോളിജനിക് ഇൻഹെറിറ്റൻസ് അല്ലേ. പിന്നെ ആ ക്രോസിംഗ് ഓവർ പോലെയുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ നമ്മൾ നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ PDF നമ്മുടെ കമൻറ്റ് വഴി നിങ്ങളത് ആ PDF ഒന്ന് എടുക്കുക, എന്നിട്ട് അത് ചെയ്തു നോക്കുക. ഓരോ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുക കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്, അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി അടുത്തൊരു പാർട്ടിലേക്ക് പോവാണ്, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. പാർട്സ് ഓഫ് എവല്യൂഷൻ അല്ലേ. എവല്യൂഷൻ്റെ പാർട്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടുള്ളത് എവല്യൂഷൻ അല്ലേ. കെമിക്കൽ എവല്യൂഷൻ, ബയോളജിക്കൽ എവല്യൂഷൻ, എന്താണ് കെമിക്കൽ എവല്യൂഷൻ, എന്താണ് ബയോളജിക്കൽ എവല്യൂഷൻ നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ ലാമാർക്കിസം. ഇനി ബയോളജിക്കൽ എവല്യൂഷനിലേക്ക് പ്രധാനമായിട്ടും വരുമ്പോൾ അതിൽ ലാമാർക്കിസം എന്താണ്, ലാമാർക്കിന്റെ തിയറി എങ്ങനെയാണ്, ആ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി ഉണ്ടല്ലോ, ആ കാര്യം പഠിക്കുക. സ്പീഷിയേഷൻ എന്താണ്, പുതിയ സ്പീഷീസ് ഉണ്ടാവുക അല്ലെ, ആ സ്പീഷിയേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ഏറ്റവും പ്രധാനമായിട്ടും ഡാർവിനിസം അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട തിയറി. എവല്യൂഷനിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള തിയറിയാണ് ഡാർവിനിസം എന്ന് പറയുന്നത്. ആ ഡാർവിൻ അത് ഏത് ഐലൻഡിലാണ്, ഗാലപ്പഗോസ് ഐലൻഡ്, എന്താണ് ആ ഷിപ്പിന്റെ പേര് അല്ലെ, HMS ബീഗിൾ. അതേപോലെ തന്നെ കീ പ്രിൻസിപ്പൾ എന്തൊക്കെയാണ്, ഡാർവിൻ മുന്നോട്ട് ഓവർ പ്രൊഡക്ഷൻ, വേരിയേഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അതേപോലെ തന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ അല്ലേ. അപ്പോൾ ആ കാര്യം ഡാർവിന് പഠിക്കുക. ആ ഡാർവിൻ്റെ തിയറിയിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ. അന്ന് സെൽ ബയോളജി ഒന്നും അത്ര കണ്ട് അഡ്വാൻസ്ഡ് അല്ലാത്തതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചുകൊണ്ടുള്ള പുതിയ ജെനറ്റിക്സ് അടക്കം ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അത് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള നിയോ ഡാർവിനിസം എന്താണ്, ആ നിയോ ഡാർവിനിസത്തിൻ്റെ പ്രത്യേകത എന്താണ്, അതേപോലെ തന്നെ ആ ഒരു പാർട്സ് ഓഫ് എവല്യൂഷൻ അല്ലേ, ആ എവല്യൂഷൻ്റെ ട്രീ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ചും ഹ്യൂമൺ അതേപോലെ തന്നെ അല്ലാത്ത ഈ പിന്നെ MRCയെയും LUCയെയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക. ഓരോന്നിലേക്കും എങ്ങനെ ആ ഒരു പാത്ത് എത്തി എന്നുള്ളത്. പിന്നെ ഉള്ളത് ഈ ഇതിൻ്റെ പിന്നെ എവിഡൻസസ് ആയിട്ട് ഹോമലോഗസ് ഓർഗൻസ്, അനലോഗസ് ഓർഗൻ അല്ലേ. എന്താണ് സിമിലർ സ്ട്രക്ചർ ബട്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ, അതാണ് ഹോമലോഗസ്. ഡിഫറെൻറ്റ് സ്ട്രക്ചർ ബട്ട് സിമിലർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അത് എന്താണ് ഡൈവേർജൻ്റ് എവല്യൂഷൻ, അതേപോലെ തന്നെ കൺവേർജൻ്റ് എവല്യൂഷൻ, ഓരോന്നും എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അതിൽ ഉള്ളത്. പിന്നെ ഉള്ളത് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ അല്ലേ. ആ ഒരു സ്റ്റേജ് മൊത്തം ഓരോന്നിൻ്റെയും ആ ക്രേനിയൽ കപ്പാസിറ്റിയെ കുറിച്ചടക്കം ഏകദേശം ധാരണ കിട്ടുന്ന രൂപത്തിൽ തന്നെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് പിന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ വരുന്നതാണ് നമുക്ക് ന്യൂറോൺസ് അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോസിൽ എവിഡൻസിനെ കുറിച്ചൊക്കെ നേരത്തെ ഇതിൽ പെടുട്ടോ, അതൊക്കെ കൂടുതൽ വായിക്കുക. അതേപോലെ തന്നെ ന്യൂക്ലിയസ്, ആക്സോൺ, അതേപോലെ തന്നെ ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്, ആക്സനൈറ്റ്, അതേപോലെ തന്നെ ഷ്വാൻ സെൽസ്, ഇങ്ങനെയുള്ള ഈ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നിർബന്ധമായിട്ട് പഠിക്കുക. അതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പ്രത്യേകം വിശദീകരിക്കുന്നുണ്ട്. ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽ എന്താണ്, നെർവസ് സിസ്റ്റം എന്താണ്, അതിനെ രണ്ടായിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ അല്ലെ, ബ്രെയിൻ ഈ നെർവസ് സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ബ്രെയിനാണ് അല്ലേ. ആ ബ്രെയിനിന് അതിൻ്റെ ഡിവിഷൻസ് അല്ലേ, സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, ആ കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ ഏകദേശം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. തലാമസ്, ഹൈപ്പോതലാമസ് ഒക്കെ പ്രത്യേകം ചോദിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ. സെറിബ്രമാണ് ഏറ്റവും ലാർജസ്റ്റ് പാർട്ട്. അത് എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇൻ്റലിജൻസ്, മെമ്മറി, റീസണിങ്, വോളണ്ടറി ആക്ഷൻസ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഓക്കെ, ഇനി ബ്രെയിന് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്പൈനൽ കോഡ് അല്ലേ. സ്പൈനൽ കോഡിൽ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും, ബ്രെയിനിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ സ്പൈനൽ കോഡിൽ ഉണ്ടാവുക. ആ പൊസിഷനിങ് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെയാണ് പിന്നെ അതിൻ്റെ ഒരു റിഫ്ലക്സ് ആക്ഷൻ. ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. റിഫ്ലക്സ് ആർക്ക് അതൊന്ന് മനസ്സിലാക്കുക. ഒരു എങ്ങനെയാണ് ഒരു പെട്ടെന്നുള്ള ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു കാര്യം, അത് ജസ്റ്റ് ആ ഫിഗർ വെച്ചുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നെർവ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ പഠിക്കുന്നതാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതേപോലെ തന്നെ എങ്ങനെയാണ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നെർവ് സിസ്റ്റം, ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിൻ്റെ രണ്ട് പാർട്ട്, പാരാസിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക്. അതിൻ്റെ ഓരോന്നിൻ്റെയും എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലുള്ള എഫക്ട്സ്, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഓരോ സ്ഥലത്തും എഫക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും, ഈ മറ്റ് ഓർഗാനിസംസിലുള്ള നെർവ് സിസ്റ്റംസ് അല്ലേ, ഹൈഡ്രയിലും പ്ലനേറിയയിലും ഇൻസെക്ട്സിലൊക്കെ ഉള്ള പലതരത്തിലുള്ള നെർവ് സിസ്റ്റംസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനോട് ചേർത്തുകൊണ്ട് മനസ്സിലാക്കാനാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നതും, അവിടേക്ക് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ആവുന്നതും, ആ ഒരു പിന്നെ ആ ഒരു ട്രാൻസ്മിഷൻ്റെ പിന്നെ ഈ ഒരു ഫിഗർ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു
ചാപ്റ്ററിലുള്ളത്. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോന്നും ആ PDF നമ്മുടെ കമൻറ്റിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് PDF ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ബിഹൈൻഡ് സെൻസേഷൻസ് എന്ന് പറയുന്ന അടുത്ത ചാപ്റ്ററാണ്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. എന്തൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്? ഐയും പിന്നെ അതേപോലെ തന്നെ ഇയറും അതിൻ്റെ ഫങ്ഷൻസും ഹിയറിങ്ങും വിഷനും ആ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസസ് ആ രണ്ട് ടേംസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ സെൻസറി റിസെപ്റ്റേഴ്സ്, നെർവ് ഇമ്പൾസസ് അതിൻ്റെ പ്രത്യേകത അല്ലേ, ആക്ഷൻ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഉള്ളത് സെൻസ് ഓർഗൻസ് തന്നെയാണ് അല്ലേ, ഐ, ഇയർ, നോസ്, ടങ്, സ്കിൻ. ഈ കാര്യങ്ങൾ ഓരോന്നും അതിൻ്റെ റിസെപ്റ്റേഴ്സ് എന്താണ്, സ്റ്റിമുലസ് എന്താണ്, ആ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഐ തന്നെയാണ് അല്ലേ. ഐയിൽ നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ മെയിൻ പാർട്സ് അല്ലേ, കോർണിയ, ഐറിസ്, ലെൻസ്, സിലിയറി ബോഡി, ഒപ്റ്റിക് നെർവ്, അക്വസ് ഹ്യൂമർ ആൻഡ് വിട്രസ് ഹ്യൂമർ, അത് ഓരോന്നിനെക്കുറിച്ചും കൃത്യമായൊരു ധാരണ വേണം. അത് എവിടെയാണ് ഉള്ളത് എന്ന് മാർക്ക്. ഈ ഫിഗർ വരാത്ത ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കുറവായിരിക്കും അല്ലേ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറാണ്. ഐയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരികയാണെങ്കിൽ ഈ ഫിഗർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വരക്കേണ്ടി വരും, അല്ലെങ്കിൽ വരച്ചത് മാർക്ക് ചെയ്യേണ്ടി വരും. അത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ റോഡ് സെൽസ്, കോൺ സെൽസ്, ബ്ലൈൻഡ് സ്പോട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ മസ്കുലാർ കൺട്രോൾ അല്ലേ, ഐറിസ് മസിൽസും മസ്കുലാർ കൺട്രോൾസ് ഒക്കെ മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏതിലും എല്ലാ സെൻസ് ഓർഗൻസിലും ആ പാത്വേ ഉണ്ടല്ലോ, എങ്ങനെയാണ് വിഷൻ പോസിബിൾ ആകുന്നത്. ലൈറ്റ്, കോർണിയയിലൂടെ പ്യൂപ്പിൾ, ലെൻസ്, റെറ്റിന, ഒപ്റ്റിക് നെർവ്, ബ്രെയിൻ അല്ലേ, ആ ഒരു മൊത്തം പാത്വേ ജസ്റ്റ് ഇങ്ങനെ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ മൊത്തം പാത്വേ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ ആ ഒരു ഫ്ലോ ചാർട്ട് പോലെ എഴുതാൻ പറ്റണം. കളർ വിഷൻ, അതുപോലെ തന്നെ ഐ ഡിസോർഡേഴ്സ്, ഓരോ ഡിസോർഡറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഷോർട്ട് സൈഡ്നെസ്സും ലോങ് സൈറ്റഡ്നെസ്സും മയോപ്പി, ഹൈപ്പറോപ്പി എല്ലാ കാര്യങ്ങളും പഠിച്ചു നോക്കണം. ഐ പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെയാണുള്ളത് കാര്യങ്ങളും മനസ്സിലാക്കുക. ഓക്കെ, റോഡ് സെൽസ്, കോൺ സെൽസ് അതിൻ്റെ വിഷൻ്റെ പ്രത്യേകതകൾ, നിയർ വിഷൻ, ഫാർ വിഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. ബൈനോക്കുലർ ഫ്യൂഷൻ അല്ലേ, നമ്മുടെ 3D വിഷൻ പോസിബിൾ ആകുന്ന ബൈനോക്കുലർ ഫ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ പഠിച്ചു നോക്കുക. പിന്നെ രണ്ടാമത്തെ ഏറ്റവും ഇത് ഏത് സെൻസ് ഓർഗൻ ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് സ്പീഡിൽ പറഞ്ഞു പോവാണ്. ഈ ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പറഞ്ഞാലും അത് ഈ ഭാഗത്തിന് ഒന്നുകിൽ ഹിയറിങ്, അല്ലെങ്കിൽ ഐ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നെ നോസ്, പ്രധാനമായിട്ട് ഹിയറിങ് ഓർ വിഷൻ. ഇതിൽ തന്നെ ഒരു ചോദ്യം നമ്മൾ ഏകദേശം ഒരു 80% ഷുവറായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ, അതായത് ഞാനിപ്പോൾ കാണിച്ച ഈ ഐ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതേപോലെ തന്നെ ഹിയറിങ് ഈ ഭാഗത്തെ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കുക. ഇത് പഠിക്കാതെ നമ്മൾ എക്സാമിന് പോകണ്ട. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതിൽ ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ, അതിൽ ഓരോന്നിലും എന്താണുള്ളത്, ഫങ്ഷൻസ്, ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ, പിന്നെ ഓഡിറ്ററി കനാൽ, ടിംബാനം, ഓസിക്കിൾസ് അല്ലേ, ആംപ്ലിഫിക്കേഷൻ എന്താണ്, ആംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതേപോലെ തന്നെ യൂസ്റ്റേഷൻ ട്യൂബ് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, കോക്ലിയ, ആ കോക്ലിയയിലൂടെ എങ്ങനെയാണ് പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ഹിയറിംഗ് പോസിബിൾ ആകുന്നത്, വെസ്റ്റിബ്യൂൾ ആൻഡ് സെമി സർക്കുലർ കനാൽസ്, നമ്മുടെ ബോഡി ബാലൻസ്, ബോഡി ഇക്വിലിബ്രിയം അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഓഡിറ്ററി നെർവ്, പിന്നെ പാത്വേ അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാത്വേ തന്നെയാണ്. ബാലൻസ് ആൻഡ് ഇന്നർ ഇയർ, ആ ബാലൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചിലപ്പോൾ വരാറുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഹിയറിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, ഹിയറിംഗ് ലോസിൻ്റെ പ്രശ്നങ്ങൾ. പിന്നെ അടുത്തത് ഓൾഫാക്ഷൻ അല്ലേ, നമ്മുടെ മണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ പഠിച്ചു നോക്കുക. ഏറ്റവും പ്രധാനം അതിൻ്റെ പാത്വേ തന്നെയാണ്, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്മെല്ല് പോസിബിൾ ആകുന്നത്, ഓൾഫാക്ഷൻ പോസിബിൾ ആകുന്നത് എന്നുള്ളത്. ഇതിൽ ഈ ഹിയറിങ്ങിൽ നമ്മൾ മൊത്തം ഇയറിനെ മൂന്നായിട്ട്, ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ കോക്ലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കോക്ലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പിന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഉള്ളത് നമുക്ക് അടുത്തതിൽ ടേസ്റ്റ് ആണ്. ടേസ്റ്റിൽ ടങ്, പാപ്പില, ടേസ്റ്റ് ബഡ്, അതിൻ്റെ ഒരു ചിത്രമൊക്കെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് പിന്നെ ടേസ്റ്റ് പോസിബിൾ ആകുന്നത്. സ്കിന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ റിസെപ്റ്റേഴ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്, ടാക്ടൈൽ റിസെപ്റ്റേഴ്സ്, പ്രഷർ റിസെപ്റ്റേഴ്സ്, തെർമോ റിസെപ്റ്റേഴ്സ്, പെയിൻ റിസെപ്റ്റേഴ്സ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആ റിസെപ്റ്റേഴ്സും കാര്യങ്ങളും അതിൻ്റെ ഫങ്ഷൻസൊക്കെ ഇവിടെ കൊടുത്തതും കൂടി നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ പെയിനുമായി നോസ് റിസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അത് ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഓടിച്ചു പോവുക. അതിനെക്കുറിച്ച് ചോദിച്ചാൽ അല്ലേ, നോസ് റിസെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ നമുക്ക് അത് അറിയാതെ പോകരുത്, എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുന്ന രൂപത്തിൽ അത് നോക്കി വെക്കുക. സെൻസറി ഡൈവേഴ്സിറ്റി ഇൻ ഓർഗൻസ്, അമീബ, യൂഗ്ലിന, ഇൻസെക്ട്സ്, ബാറ്റ്സ്, ഹോക്ക്, സ്നേക്ക്, അതുപോലെ തന്നെ ഡോഗ്, ഇതിലൊക്കെയുള്ള സെൻസറി ഓർഗൻസ് അല്ലെങ്കിൽ സെൻസറി ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, അതെന്താണെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവാം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. PDF ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് എല്ലാം ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ചെയ്ത് നോക്കി ഇത് ഏതെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ ആ ഏരിയ കുറച്ചുകൂടി ഫോക്കസ് ആയി നമ്മൾ നോക്കുക. ഓക്കെ, ഇനി കീമോ റിസെപ്ഷൻ ഇൻ ഓർഗാനിസംസ് അല്ലേ, നമ്മുടെ ഹോർമോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള കീമോ റിസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററാണ് എടുത്തത്. അതിൽ പ്രധാനമായിട്ടും എൻഡോക്രൈൻ സിസ്റ്റം എന്താണ്, എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്താണ്, ഏതൊക്കെയാണ് ഗ്ലാൻഡ്. ഓക്കെ, നമ്മുടെ
ഓർഗൻ നമ്മുടെ ബോഡിയിലുള്ള ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്? ഫ്രം ഹൈപ്പോതലാമസ്, പീനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയിഡ്, തൈമസ്, അഡ്രിനൽ ഗ്ലാൻഡ്, പാങ്ക്രിയാസ്, ഓവറി, ടെസ്റ്റിസ് അല്ലേ? ആ കാര്യങ്ങളെല്ലാം ഓരോന്നും എവിടെയാണ്, എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് നമുക്ക് അറിയണം. റിസപ്റ്റേഴ്സ് എന്താണ്, ടാർഗറ്റ് സെൽ എന്താണ്, അതേപോലെ തന്നെ ഹോമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. നമുക്ക് ഹ്യൂമൻസിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ കൂടെ നമ്മൾ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പറയുന്നത് ഹോർമോൺസ് ആൻഡ് പ്ലാന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എന്താണ്? ഓക്സിൻ, ജിബോലിൻ, സൈറ്റോകൈനിൻ, അബ്സിസിക് ആസിഡ്, അതുപോലെ തന്നെ എഥിലിൻ. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഓരോന്നിനുമുള്ള ആക്ഷൻ, എങ്ങനെയാണ് അത് ആഡപ്പ് ചെയ്തും അതേപോലെ തന്നെ റിമൂവ് ചെയ്തും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സിന്തറ്റിക് പ്ലാന്റ് ഹോർമോൺ അല്ലേ, സിന്തറ്റിക് ഓക്സിനും സിന്തറ്റിക് ജിബോലിൻസും സിന്തറ്റിക് എത്തിലിനൊക്കെ എങ്ങനെയാണത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതും ഫിറോമോൺസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിറോമോൺസ് ആ ഒരു ടേബിൾ കൊടുത്തത് മിസ്സാവാതെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കട്ടോ. ഇതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നമ്മൾ ക്വസ്റ്റ്യൻ വന്നിട്ടൊന്ന് അത്ഭുതപ്പെട്ട് പോകരുത്. അതൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം പോകാം. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മുടെ ഓരോ ഗ്ലാൻഡാണ്. ഇതിങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ ഇത്ര ഒതുങ്ങുന്നതല്ല, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലേ. അതിൻ്റെ ഓരോന്നിനെ കുറിച്ചും എന്താണ് ആ ഒരു ഗ്ലാൻഡ്, അതിലുള്ള ഹോർമോൺസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അതിലെന്തെങ്കിലും പറ്റിയാലുള്ള ഡിസോർഡർ എന്താണ്, ഇത് ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. ഇതാണ് ഈ ചാപ്റ്റർ. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ കോർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിക്കുക. ഞാനിപ്പോൾ ഇവിടുന്ന് ഓരോന്നും വായിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകിച്ചും ഇൻസുലിൻ, നമ്മുടെ പിന്നെ എന്താ പറയുക, ഇൻസുലിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ഗ്ലൂക്കോഗോണുമായി ബന്ധപ്പെട്ടുള്ള ഷുഗർ റെഗുലേഷൻ അല്ലേ, നമ്മുടെ പിന്നെ ഷുഗർ റെഗുലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡയബറ്റീസ് വരുന്നത് എങ്ങനെയാണ്, ആ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ പാരാത്ത് ഹോർമോൺ കാൽസിറ്റോണിൻ, അത് എങ്ങനെയാണ് കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതേപോലെ തന്നെ തൈറോക്സിൻ, പിന്നെ ഈ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻസും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ സാധ്യതയുള്ള ഡിസോർഡേഴ്സും നമ്മൾ നോക്കുക. പിനിയൽ ഗ്ലാൻഡ്, തൈമസ് ഗ്ലാൻഡ്, ഗ്രോത്ത് ഹോർമോൺ, റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് അല്ലേ, ആ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഉള്ളത് ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി അല്ലേ, മാസ്റ്റർ ഗ്ലാൻഡ്, അതെങ്ങനെയാണത് ഓരോന്നും എന്താണ് ചെയ്യുന്നത്, ഹൈപ്പോതലാമസ്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, അതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ രൂപത്തിൽ തന്നെ ഓൾറെഡി നിങ്ങൾ ഓർഡർ ആക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങൾ ആ രൂപത്തിൽ ഓർഡറായി തന്നെ പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ചെറിയൊരു ഏരിയ ഉണ്ട്, അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്, ആ ഒരു ചാപ്റ്ററിലുള്ളത്. അതിലുള്ള മസ്റ്റ് ഡു PYQs എന്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, PDF ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് സ്വയമായി ചെയ്ത് നോക്കാം കേട്ടോ. ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് ആണ് അടുത്ത ചാപ്റ്റർ. അതിൽ പ്രധാനമായിട്ടും ഹെൽത്ത് എന്താണ് അല്ലേ, ഹെൽത്ത് എന്താണ്, ഇമ്മ്യൂണിറ്റി എന്താണ്, ആ ഹെൽത്ത് ഇമ്മ്യൂണിറ്റിയിൽ ഈ ഇന്നറ്റ് ഇമ്മ്യൂണിറ്റി, അക്വയർഡ് ഇമ്മ്യൂണിറ്റി അതെന്താണെന്ന് മനസ്സിലാക്കുക. നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസാണ്. ഒന്ന് ഫീവർ എന്താണ്, അതുപോലെ തന്നെ വൂണ്ട് ഹീലിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്താണ്, ഫാഗോസൈറ്റോസിസ്, അതിൽ ഈ വൈറ്റ് ബ്ലഡ് സെൽസിലാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നത്, ഈ ന്യൂട്രോഫിൽസ്, മോണോസൈറ്റ്സ്, അതുപോലെ തന്നെ ലിംഫോസൈറ്റ്സും ഈസ്നോഫിൽസും ബേസോഫിൽസും ഒക്കെ ഓരോന്നും എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെയാണ് ബ്ലഡ് ക്ലോട്ടിങ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ആ ഒരു പാത്വേ ഉണ്ടല്ലോ, എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിങ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി അക്വയർഡ് ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയിലുള്ള ഓരോ സെൽസ് അല്ലേ, T ലിംഫോസൈറ്റ്സ്, B ലിംഫോസൈറ്റ്സ്, അതിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്, മെച്ചുറേഷൻ എങ്ങനെയാണ്, ഫംഗ്ഷൻ എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡിസീസസ് എന്താണ് എന്നുള്ളത്, നോർമലിൽ നിന്നുള്ള വേരിയേഷനാണ് ഡിസീസസ്. അതേപോലെ തന്നെ അക്വയർഡ് ഡിസീസസ്, പിന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ്, അക്വയർഡ് തന്നെ കമ്മ്യൂണിക്കബിളും നോൺ കമ്മ്യൂണിക്കബിളും ഉണ്ടാവും. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഡയറക്റ്റ് ഉണ്ടാവാം, കണ്ടാമിനേറ്റഡ് സർഫസസ്, ഫുഡ്, വാട്ടർ, അതുപോലെ തന്നെ എയർബോൺ ഡ്രോപ്ലെറ്റ്സ്, ഇങ്ങനെയുള്ള പല രൂപത്തിലുണ്ടാവും. എങ്ങനെയാണ് പ്രിവെൻഷൻ സാധ്യമാവുക. അതേപോലെ തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് വാക്സിൻസ് അല്ലേ. എഡ്വേർഡ് ജെന്നർ, ആ പേര് ഒരിക്കലും മിസ്സാകാൻ പാടില്ല, എഡ്വേർഡ് ജെന്നർ. അതേപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു വാക്സിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് എത്തിയത്, അതേപോലെ തന്നെ ഏറ്റവും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന MMR, OPV, HPV, COVID-19 പോലുള്ള വാക്സിൻസ്, അതിൻ്റെ കോമ്പണൻസ് എന്താണ്, എന്ത് ഡിസീസാണത്, ഇപ്പം MMR ഒക്കെ എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്, OPV ഒക്കെ ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലുള്ള ഏരിയാസാണ്, അതുകൂടി നമ്മൾ നോക്കാം. ഓക്കെ, പിന്നുള്ളത് ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ, പ്രോട്ടോസോയൽ, വേം ഡിസീസസ്, അതുപോലെ തന്നെ ക്യാൻസർ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് നന്നായി പഠിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ കൂടെ കൊടുത്തു എന്ന് മാത്രം. ബാക്ടീരിയൽ ഡിസീസസ് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നത് ലെപ്റ്റോസ്പൈറോസിസും ട്യൂബർക്കുലോസും ആണ്. വൈറൽ എയ്ഡ്സും നിപ്പയുമാണ്. ഫംഗസ് റിംഗ്വേമും കാൻഡിഡിയാസിസുമാണ്. പ്രോട്ടോസോയൽ മലേറിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അമീബിക് എൻസെഫലൈറ്റിസും ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേംസ് ആണെങ്കിൽ വേം ഇൻഫെസ്റ്റേഷൻസ്, ഫൈലേറിയാസിസ് പോലുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഓരോന്നിൻ്റെയും പാത്തജൻ്റെ പേരെന്താണ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താണ്, മേജർ സിംറ്റംസ് എന്താണ്, പ്രിവെൻഷൻ എന്താണ്, ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഈ കാര്യങ്ങൾ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അത് അത്രയും ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു മെയിൻ കണ്ടന്റ് ഇതാണ്. ഓക്കെ,
പിന്നെ ഉള്ളത് ആനിമൽ ഡിസീസസ് എന്തൊക്കെയാണ്? ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, ആന്ത്രാക്സും മാസ്റ്റൈറ്റിസ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആ ഓരോ ഡിസീസസും അതിൻ്റെ വാക്സിൻസ് ഉണ്ടെങ്കിൽ വാക്സിൻസ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രിവെൻഷൻ ഉണ്ടെങ്കിൽ പ്രിവെൻഷൻ, ആരെയാണ് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോൺ കോണ്ടേജിയസ് ഡിസീസസ് ആണെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ ടൈപ്പ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്, ഓക്കുപേഷണൽ ഡിസീസസ് ഉണ്ട്, ഓട്ടോമ്യൂൺ ഡിസീസസ് ഉണ്ട്, ന്യൂട്രീഷൻ ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൻ്റെ ഡിസീസസ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് വരാൻ കാരണവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുക. പിന്നെ ഹെറിഡിറ്ററി ഡിസീസസ് അല്ലെ, സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, അതിൽ ഓരോന്നിനും എന്താണ് അതിൻ്റെ ജെനറ്റിക് കോഴ്സ് എന്നുള്ളത് മനസ്സിലാക്കുക, അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. കോഴ്സും എഫക്റ്റും ആണ് നമ്മുടെ ഹെറിഡിറ്ററി ഡിസീസസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മുടെ പലതരം ട്രീറ്റ്മെൻറ്റുകളാണ് അല്ലേ, ആയുർവേദ, ഹോമിയോപ്പതി, മോഡേൺ മെഡിസിൻ, അതിൻ്റെ കുറച്ചൊരു ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. ആൻറ്റിബയോട്ടിക്സ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വേണമെങ്കിൽ ചോദിക്കാം അല്ലേ, ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ഒക്കെ തന്നെയാണ്. പിന്നെ ഉള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, സ്റ്റെതസ്കോപ്പ്, സ്വിഗ്മോ മാനോമീറ്റർ, ഡിജിറ്റൽ ബി പി അപ്പാരറ്റസ്, ഇതൊക്കെ ഓരോന്നിനും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിൻ്റെ അതിൻ്റെ ആൻറ്റിജൻ എന്താണ്, ആൻറ്റിബോഡീസ് പ്രസൻറ്റ് ഇൻ പ്ലാസ്മ, ആൻറ്റിജൻ ആ സെല്ലിൻ്റെ മേലുള്ള ആൻറ്റിജൻ എന്താണ്, ആൻറ്റിബോഡീസ് ഏതാണ്, ആ കാര്യങ്ങളൊന്ന് നോക്കുക. പിന്നെ പ്ലാന്റ്സിലുള്ള ഇമ്മ്യൂണിറ്റിയും പ്ലാന്റ്സിൽ വരുന്ന ഡിസീസസും അതിൻ്റെ പാത്തജനും സിംറ്റംസും അതുകൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. അത് പലപ്പോഴും ചോദിക്കാറുണ്ട്, വിൽറ്റ് ഓഫ് ബ്രിഞ്ചോളും അത് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരു ചോദ്യം എന്തായാലും വരാൻ ചെറിയ മാർക്കിനുള്ള ചോദ്യങ്ങൾ സാധ്യത ഉണ്ട്. അതും കൂടി ഒന്ന് നോക്കി പോവാം. ഓക്കെ, അതിൻ്റെ ഭാഗത്തു നിന്നുള്ള PYQs ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യുക, PDF ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് നോക്കുക. പിന്നെ ബയോളജി ആൻഡ് ടെക്നോളജി അല്ലേ, ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ടും ജെനറ്റിക് റെവല്യൂഷൻ അല്ലേ, അതിൽ ബയോടെക്നോളജി എന്താണ്, ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണ്, അത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി, ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി, ഓരോന്നും ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതിന് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി എങ്ങനെയാണ് കമ്പൈനിങ് DNA ഫ്രം 2 ഡിഫറെൻറ്റ് ഓർഗാനിസം, അത് കമ്പൈൻ ചെയ്തിട്ടൊരു റീകോമ്പിനൻറ്റ് DNA ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണത് ഈ ഒരു ഫിഗർ അടക്കം അല്ലേ, ആ ഒരു ഫിഗറിനടക്കം നമ്മൾ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. പിന്നെ CRI SPR ടെക്നോളജി അല്ലെ, ക്രിസ്പർ ടെക്നോളജി, Cas9 എൻസൈം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഐഡൻറ്റിഫൈങ് ടാർഗറ്റ്, കട്ടിങ്, എഡിറ്റിംഗ്, അതിനൊക്കെ എങ്ങനെയാണത് പോസിബിൾ ആകുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് തന്നെ പഠിക്കാൻ പ്രത്യേകം നോക്കുക. ജീൻ മാപ്പിംഗ്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, ഇതൊക്കെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, ജീൻ മാപ്പിംഗ് ഒക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ളത് തന്നെയാണ്. ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം, GMOs, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസേൺസ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കുക. അതിൻ്റെ ഓർഗാനിസംസ്, ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എക്സാമ്പിൾസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ജീൻ തെറാപ്പി, എന്താണ് ജീൻ തെറാപ്പി, അതിൽ എങ്ങനെയാണ് ജീൻ തെറാപ്പി അല്ലെങ്കിൽ സ്റ്റെം സെൽ തെറാപ്പിയൊക്കെ സിക്കിൾ സെൽ അനീമിയയിലൊക്കെ എങ്ങനെയാണ് ക്യൂർ ചെയ്യാൻ സഹായിക്കുന്നത്, അതൊക്കെ ഒരു പക്ഷേ വരാൻ സാധ്യതയുള്ളതാണ് അല്ലേ. നമുക്ക് ഈ മുമ്പ് പിന്നെ പരിചയമില്ലാത്തത് ഒരു ചാപ്റ്റർ ആയത് PYQs വല്ലാതെ പറയാൻ പറ്റാത്തതായതുകൊണ്ട് ഇതൊക്കെ ഒരു പക്ഷേ വരാൻ സാധ്യതയുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കിയേക്കാം കേട്ടോ. അതേപോലെ തന്നെ ബയോളജി ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI-യും ബയോളജിയും അല്ലേ, ഒരു പക്ഷേ പുതിയ കാലത്തുള്ള കാര്യമായതുകൊണ്ട് അതൊക്കെ ചോദിച്ചേക്കാം. അതേപോലെ തന്നെ ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ്, ജീനോം പ്രോജക്റ്റ് പോലെ തന്നെ മൈക്രോബയോം പ്രോജക്റ്റ് നോക്കുക. ടെക്നോളജിക്കൽ പോസിബിലിറ്റീസ് ഇൻ എൻവയൺമെൻറ്റൽ കൺസർവേഷൻ അല്ലേ, ആ ട്രാക്കിംഗ് സെൻസേഴ്സ്, ബയോഡൈവേഴ്സിറ്റി ഡാറ്റ സെൻസേഴ്സ്, ക്രയോ പ്രിസർവേഷൻ, ബയോറെമിഡിയേഷൻ പോലുള്ള കാര്യങ്ങൾ. DNA ഫിംഗർ പ്രിൻറ്റിങ്, എങ്ങനെയാണ് DNA ഫിംഗർ പ്രിൻറ്റിങ് നമുക്ക് ഉപകാരപ്പെടുന്നത്, അലക്സ് ജെഫ്രീസ്, ആ പേര് ഓർമ്മിച്ച് വെക്കുക. അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് എഴുതാനുള്ള ഒന്ന്, അലക്സ് ജെഫ്രീസിൻ്റെ പേര് ഓർമ്മിക്കണം, എന്താണ് DNA ഫിംഗർ പ്രിൻറ്റിങ് അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ക്രിമിനൽസിനെ മനസ്സിലാക്കാൻ. അതേപോലെ തന്നെ ഹെറിഡിറ്ററി ഡിസീസസ്, പാരൻറ്റ് ചൈൽഡ് ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കാൻ, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇത് PYQs അല്ല, നമുക്ക് ഒരു പരിധിവരെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ഒന്ന് സ്വന്തമായി ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മൊത്തം ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും പഠിപ്പിക്കാനല്ല കേട്ടോ, പഠിപ്പിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ മുമ്പിട്ടിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നടത്തി വരുന്നുണ്ട്. പക്ഷേ ഇതെന്താ വെച്ചാൽ മൊത്തം ഏരിയാസ് ഒന്ന് കവർ ചെയ്ത്, ഇതിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഏരിയാസ് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അത്രയും മൊത്തം നമ്മൾ ഒരു വർഷം മൊത്തം പഠിച്ച കാര്യമാണ് ഇപ്പോൾ ഇത്രയും സമയം കൊണ്ട് പറഞ്ഞു തീർത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ എനിവേ ഇതാണ് നമ്മുടെ സിലബസ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇനി എക്സാം എഴുതാൻ പോകുന്നത്. അതിൽ ഏതെങ്കിലും കാര്യങ്ങൾ മിസ്സായിട്ട്
മനസ്സിലായിട്ടുണ്ടോ, ക്വസ്റ്റനൊക്കെ നമ്മൾ തരുന്ന PDF-ലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ ആ ഒന്നുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി എഴുതുക. ഈ PDF താഴെയുള്ള ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ മാക്സിമം അല്ലേ നല്ല വർക്ക് ചെയ്ത് നന്നായി എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.